അയാളുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ ഒന്നും അറിയില്ലാത്തവരുണ്ടാവാം, ജർമ്മൻ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. ആ പ്രസംഗം കുറച്ചു നേരം കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ പറയുന്നത് സത്യമാണ്, ഇയാൾക്ക് വേണ്ടി ഇപ്പൊ പോയി മരിച്ചേ പറ്റൂ എന്നുള്ളത് തോന്നുന്നു. നെപ്പോളിയൻ തകർന്ന് തരിപ്പണമായി കിടന്ന ഫ്രഞ്ച് പടയെ, നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഫ്രഞ്ച് പടയെ ഒരു പ്രസംഗത്തിലൂടെയാണ് പുനരുജ്ജീവിപ്പിച്ചത്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അടുത്ത ഒറ്റ യുദ്ധം ജീവൻ യുദ്ധം ജയിച്ചാൽ കിട്ടാൻ പോകുന്ന സൗഭാഗ്യം ഇതൊക്കെയാണെന്ന് ഒറ്റ പ്രസംഗത്തിലൂടെ ആവേശകരമായിട്ട് അവർ മുന്നിലേക്ക് എടുത്തിട്ടപ്പോ ആ പടയിൽ ഉണർന്നു. അടുത്ത യുദ്ധത്തിൽ അവർ ജയിച്ചു. പിന്നെ നെപ്പോളിയൻ ചക്രവർത്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വേറെ ഒരു പട്ടാളക്കാരനായിരുന്ന നെപ്പോളിയൻ. സംഭാഷണത്തിനുള്ള കഴിവ്, ആശയവിനിമയത്തിലുള്ള കഴിവാണ് നിങ്ങൾ എത്ര ഉയരത്തിലെത്തുന്നു എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ആശയവിനിമയത്തിന് നിങ്ങൾക്ക് അവസരം തരുന്ന ഈ പ്രസ്ഥാനം ചെയ്യുന്ന മഹത്തായ സേവനമാണ്. നിങ്ങൾ ഓരോരുത്തരും ആശയവിനിമയത്തിന്റെ മേഖലയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയം നടത്തുന്ന മേഖലയിൽ വിജയികളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജർമ്മനിയിലേക്ക് പോകുന്നത് ജർമ്മൻ അതുപോലെ തന്നെ ആശയവിനിമയ ശേഷി വേണം. ആശയവിനിമയമാണ് നിങ്ങളിലെ നേതാവിനെ സൃഷ്ടിക്കുന്നത്, നിങ്ങളുടെ സംരംഭകരെ സൃഷ്ടിക്കുന്നത്, നിങ്ങളുടെ വിജയെ സൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി. അപ്പൊ എന്താണ് ഈ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് അങ്ങനെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് ഇപ്പം എന്റെ ഇതിൽ തന്നെ കുറെ കുട്ടികളുണ്ട്. ഇവരെല്ലാം പറയുന്നത് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഇതിന് നല്ല ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് പലരും ഇടുന്നവർ കുറച്ചുകൂടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, എന്താണ് ഈ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ താങ്കൾ പറഞ്ഞ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അവ്യക്തമാണ്. പക്ഷെ എനിക്ക് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മറ്റു പലതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ജോൺ സാറിന് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കയ്യിൽ മുറിവൊന്നുമില്ലാതെ കുറച്ചുകൂടെ എനർജിയുള്ള, കുറച്ചുകൂടെ ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന യുവത്വം തിരിച്ചു കിട്ടിയാൽ അതായിരിക്കും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അല്ലേ? ഇപ്പൊ സാമ്രാജ് സാറിന് എന്തായിരിക്കും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിലത്ത് നിൽക്കാൻ പറ്റാത്ത പോലെ അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് നാടുകളിലും ഒക്കെ എല്ലാ ദിവസവും സ്റ്റേജ് ഷോകൾ ഉണ്ടെങ്കിൽ, അല്ലെ, ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ടെങ്കിൽ, അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ, അതാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അല്ലാതെ നമ്മൾ ഏറ്റവും വില കൂടിയ കാർ വാങ്ങിച്ച് ഷെഡിൽ കൊണ്ടുവന്നിടുകയോ ഏറ്റവും വില കൂടിയ റെസ്റ്റോറന്റുകളിൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുകയോ ചെയ്യുന്നത് അല്ല എല്ലാവരുടെയും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മുടെ വീക്ഷണം അനുസരിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യം അനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ച് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന്റെ ഡെഫിനിഷൻ നമുക്ക് മാറും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഈ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളില്, സിനിമകളില് അല്ലെങ്കിൽ മറ്റ് ചലനങ്ങളിൽ നിന്ന് കണ്ട ചില കാഴ്ചകളാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ഉദാഹരണത്തിന് സഞ്ചാരം തന്നെ നിങ്ങളിൽ കുറച്ചുപേരെയൊക്കെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള വീക്ഷണത്തിൽ വഴിതെറ്റിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ നൈറ്റ് ക്ലബുകളുള്ള രാജ്യത്തേക്ക് പോയി അങ്ങോട്ട് പഠിച്ചു കളയാം, പഠനം ഒന്നാവുമല്ലോ. ധാരാളം ബിയർ പാർലറുകൾ, മദ്യശാലകളുള്ള രാജ്യത്താണെങ്കിൽ, നൈറ്റ് ലൈഫിന്റെ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട്, ഇല്ലേ? ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? അപ്പൊ അത് തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോ നമ്മളുടെ കഴിവുകളെ, നമ്മുടെ പ്രതിഭയെ, നമ്മുടെ പാഷനെ വളർത്താൻ കഴിയുന്ന സാധ്യതകളാണ് നമ്മൾ തേടുന്നത്. നമുക്ക് ഈ എക്സൈറ്റ്മെന്റുകൾ, ഒരു സഞ്ചാരി, നിങ്ങൾ പലരും പഠനകാലത്ത് ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവാം, ചിലർ ഗോവയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എത്ര എക്സൈറ്റ്മെന്റ് ആണ് ഗോവയെ കുറിച്ച്. ഗോവയിലേക്ക് ഒരു ടൂർ, ഒരാഴ്ചത്തെ ടൂർ പോവുകയാണെങ്കിൽ കോളേജിൽ നിന്ന് കൂട്ടുകാരൊത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? എന്നാൽ നിങ്ങൾ ഗോവയിൽ ചെന്നു, ഒരു 3 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കാം ഇവിടെ സ്ഥിരതാമസമാക്കളെ എന്നൊക്കെ തീരുമാനിച്ചിരിക്കട്ടെ. ഇത്രയും എക്സൈറ്റിംഗ് ആയ സ്ഥലമല്ലേ? 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് വേണ്ട, തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയേക്കാം. അവിടെ ജോലി കൂടെ ചെയ്യേണ്ടി വരികയും ആ ജോലി കഴിഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ട് ലോൺ അടക്കേണ്ടി വരികയും അവിടുത്തെ ടാക്സ് അടച്ച് തീർക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും തോന്നും ഇതിലൊക്കെ ഭേദം എന്റെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ. ഇത് തന്നെയാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളോടുകൂടി നാട് വിടുന്ന പലർക്കും സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ കിട്ടാത്ത ഒരു അവസരം, നിങ്ങളുടെ കരിയറിന്
നിങ്ങളുടെ വീക്ഷണത്തിന്, നിങ്ങളുടെ പാഷൻ അനുകൂലമായ ഒരു സാഹചര്യം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് നാസയിൽ ഒരു ജോലി കിട്ടി, ബഹിരാകാശ യാത്രയാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യയിൽ അത്ര സാധ്യതകൾ ഇല്ല എങ്കിൽ നാസ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ നിങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും നിങ്ങൾ ലോകം അറിയുന്ന ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായി വളരുകയും ചെയ്യുന്ന അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സാധ്യതയാണ്. നിങ്ങൾ ജർമ്മനിയിലേക്ക് കുടിയേറുമ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ കിട്ടാത്ത ഒരു സാധ്യത തേടി, ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു അവസരം തേടി നിങ്ങൾ പോവുകയും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഭാവി ജീവിതവും എല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ വളരാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നേടിയുള്ള യാത്ര, അല്ലേ? അതല്ലാതെ അവിടുത്തെ ഉപരിപ്ലവമായ സുഖസൗകര്യങ്ങളും ചില പ്രത്യേക താല്പര്യങ്ങളും തേടി നമ്മൾ അന്യരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ജീവിതം കുറച്ച് കഴിയുമ്പോൾ പരാജയമാകുന്നതായിട്ട് യാതൊരു സംശയവുമില്ല. നമുക്ക് നിരാശയായിരിക്കും അവസാനം വരെ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ വർഷത്തെ SSLC റിസൾട്ട് വന്നപ്പോൾ വിജയശതമാനം 99% ആയിരുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് ആണെന്നാണോ, അതോ മറ്റെന്തെങ്കിലും റീസൺസ് കാരണമാണോ? ഒളിമ്പിക്സ് മത്സരത്തിൽ ഓടുന്നവർക്കെല്ലാം സ്വർണ്ണ മെഡൽ കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും സംഭവിക്കുക. അതിനെയാണ് സംഭവിക്കുക. ചോദിക്കാനുള്ളത് ഒരു വളരെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെ ആകാം. എല്ലാ ചോദ്യങ്ങളും ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇത് അടുത്ത കാലത്ത് വളരെ വിവാദമുയർത്തിയ ഒരു ചോദ്യം തന്നെ ആകാം. നമ്മുടെ ഡിവോഴ്സ് റേറ്റ്സ് ഇൻ ഇന്ത്യ, നമ്മൾ എന്തുകൊണ്ടാണ് അത് പല പഠനങ്ങളിലും കാണിക്കുന്നു അത് കൂടുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ഒരു ചോദ്യം വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്, ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നത് നല്ലതാണോ ചീത്തയാണോ? ഒരൊറ്റ നോട്ടത്തിൽ ചീത്തയാണെന്ന് പറയാനിരിക്കട്ടെ, എന്തെങ്കിലും അതിനകത്ത് എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? ഞാൻ വിവാഹം കഴിച്ചിട്ട് 25 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും വളരെ